അത്രേ ആവശ്യമുള്ളൂ. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും. കാരണം പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല. നിങ്ങൾ എല്ലാവരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക. ആരെങ്കിലും മർദ്ദിക്കോ എന്തെങ്കിലും ചെയ്ത് ശരീരത്തിന് പാടുകളുണ്ടോ? ഒരു കക്കൂസിൽ പോയിട്ട് തൂങ്ങി വരിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. അങ്ങനെ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഞാനല്ല, ഒരാൾക്കും അതിന്റെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഇത് ഞാൻ കേൾക്കാൻ ഹൈക്കോടതി ജഡ്ജി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ ചോദിച്ചോണ്ട്, അല്ലാണ്ട് ഞാൻ ആളുകൾ നിങ്ങളെടുത്ത് വന്നതല്ല. അപ്പൊ എനിക്ക് ഇതിന്റെ മരണത്തിന്റെ അകത്തുള്ള ദുരൂഹത എങ്ങനെയാണെന്ന് അറിയണം. ഇവരുടെ കോളുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയും. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 10-ാം തീയതി. ഡിസംബർ 12-ാം തീയതി ഹൈക്കോടതി മഞ്ജുഷയുടെ ഹർജിയിൽ കൂടുതൽ വാദം കേൾക്കും. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ നേരത്തെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം കേട്ട കോടതി എന്തൊക്കെ തെളിവുകളാണ് ആത്മഹത്യയല്ല കൊലപാതകമെന്ന് തെളിയിക്കാനുള്ളത് എന്ന് മഞ്ജുഷയുടെ അഭിഭാഷകനോട് ചോദിച്ചിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടൽ പോലെ ഒട്ടനവധി തെളിവുകൾ നമുക്ക് മുന്നിലെത്തി. ഏറ്റവും ശ്രദ്ധേയമായത് നവീൻ ബാബു ധരിച്ചിരുന്ന അടിവസ്ത്രത്തിൽ കണ്ട ചോരപ്പാടുകൾ തന്നെ. ചോരയിൽ കുതിർന്ന അടിവസ്ത്രം. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. വിദഗ്ധർ മറ്റൊരുപാട് സംശയങ്ങൾ പിന്നീട് ഉയർത്തി. പോസ്റ്റ്മോർട്ടം നടന്ന ആളുടെ തലയിൽ എന്തുകൊണ്ട് കെട്ടുണ്ടായില്ല? സാധാരണഗതിയിൽ സ്കൾ തുറന്ന് തലച്ചോറിനുള്ളിൽ പരിശോധന നടത്തുമ്പോൾ പിന്നീട് അവ ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കെട്ടുണ്ടാവുന്നത് സ്വാഭാവികമാണ്. ശരിയായ നിലയിൽ പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒട്ടനവധി തെളിവുകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നു. നവീൻ ബാബു മരിച്ചെന്ന് പത്തനംതിട്ടയിൽ നിന്ന് യാത്ര തിരിച്ച കുടുംബവും കുടുംബ സുഹൃത്തുക്കളുമൊക്കെ. അവർക്കൊപ്പമുണ്ടായിരുന്ന അഡ്വക്കേറ്റ് അനിൽ പി നായരാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഈ കഴിഞ്ഞ ദിവസം മലയാളി വാർത്തയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് KM ഷാജഹാൻ ചില രഹസ്യങ്ങൾ തുറന്നു പറഞ്ഞു. കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ചില വിവരങ്ങളായിരുന്നു. നവീൻ ബാബു മരിച്ച അന്ന് രാത്രിയിൽ ഒരു വെള്ള ഇന്നോവക്കാരനെ ചുറ്റിപ്പറ്റിയുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ. അന്ന് രാത്രി PP ദിവ്യയുടെ വീടിന് മുന്നിൽ ഈ കാർ കണ്ടെത്തി എന്ന് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ വഴി അദ്ദേഹം അറിഞ്ഞു. ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിലിന് മുന്നിൽ ഇറക്കിവിട്ട നവീൻ ബാബു പിന്നീട് എങ്ങോട്ട് പോയി എന്നതിനെക്കുറിച്ച് പോലീസിന് പോലും വ്യക്തമായ ചിത്രമില്ല. വെള്ള ഇന്നോവ കാറിൽ കയറ്റി അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം തന്നെയാണ് അഡ്വക്കേറ്റ് KM ഷാജഹാൻ ഉന്നയിച്ചത്. മറ്റു ചില വിദഗ്ധർ മർമ്മസ്ഥാനങ്ങളിലേറ്റ മർദ്ദനം തന്നെയാകും ഇത്തരത്തിൽ അടിവസ്ത്രത്തിൽ രക്തം കാണപ്പെടാനുള്ള കാരണമെന്നും ഉറപ്പിച്ചു പറയുന്നു. അടിവസ്ത്രത്തിൽ രക്തം കണ്ടുവെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ആന്തരികാവയവങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ രക്തത്തിൻ്റെ അംശം തീർച്ചയായും കണ്ടെത്തും. എന്നാൽ ആന്തരികാവയവ പരിശോധനകളൊന്നും വ്യക്തമായി നടത്തിയിട്ടില്ല. പോസ്റ്റ്മോർട്ടത്തിൽ വലിയ അട്ടിമറി നടന്നു എന്ന് സംശയിക്കാൻ ഒട്ടനവധി തെളിവുകൾ അങ്ങനെ നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ആവർത്തിച്ചാവർത്തിച്ച് കോടതിയോടും മാധ്യമങ്ങളോടുമൊക്കെ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറയുന്നത് ഇതേ കാര്യം തന്നെ. അദ്ദേഹം നല്ലൊരു അച്ഛനാണ്, നല്ലൊരു ഭർത്താവാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഭാര്യയോടും മക്കളോടുമൊക്കെ പറയാൻ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടാകും. ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതാതെ അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഒട്ടനവധി സംശയങ്ങൾ തുടക്കം മുതൽ നമ്മൾ ഉയർത്തിയിരുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ ഇടപെടലുകൾ ശക്തമാകുന്നത് പോലെ തെളിവുകൾ ശക്തമായി പുറത്തേക്ക് വന്നു. ഒടുവിൽ ഇതൊരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് തറപ്പിച്ചു പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബം തന്നെ. തങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കാൻ CBI അന്വേഷണം ഏർപ്പെടുത്തണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടു. അപ്പോൾ തന്നെ കട്ടയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇറങ്ങി. ഒരു കാരണവശാലും CBI അന്വേഷണം തങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാടാണ് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയത്. PP ദിവ്യയെ പൂർണ്ണമായി സംരക്ഷിച്ചു നിർത്തിയത് MV ഗോവിന്ദനും സംഘവുമാണ് എന്ന് കേരളത്തിന് കൃത്യമായി അറിയാം. എന്തിനാണ് PP ദിവ്യയെ ഇത്രമേൽ ഇവർ സംരക്ഷിച്ചു പോകുന്നത് എന്നതിൻ്റെ ഉത്തരമാണിപ്പോൾ പുറത്തു വരുന്നത്. തെളിവുകൾ ശക്തമായി പുറത്തേക്ക് വന്നപ്പോൾ PP ദിവ്യയും കൂട്ടരുമൊക്കെ ഇപ്പോൾ മിണ്ടാട്ടം പൊട്ടി നിൽക്കുന്ന അവസ്ഥയാണ് കണ്ണൂരിലുള്ളത്. തങ്ങളുടെ ശത്രുക്കളെ വകവരുത്താൻ ക്രൂരമായ പല കൊലപാതക രീതികളും CPM കണ്ണൂരിൽ ആവിഷ്കരിക്കാറുണ്ട് എന്ന് KM ഷാജഹാനെ പോലെയുള്ളവർ പറയുന്നു. ഇതിനുവേണ്ടി പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരൊക്കെ കണ്ണൂർ ഭാഗങ്ങളിലുണ്ട്. നവീൻ ബാബുവിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഒട്ടേറെ രഹസ്യങ്ങൾ അദ്ദേഹത്തിനറിയാം. തലേന്ന് PP ദിവ്യയെപ്പോലൊരു വനിതാ നേതാവ് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് നാട്ടിലേക്ക് തിരിച്ചയച്ചാൽ അദ്ദേഹം വെറുതെ ഇരിക്കില്ല എന്നും പാർട്ടി നേതൃത്വം കൃത്യമായി ഉറപ്പിച്ചു.
ഇതൊരു ആസൂത്രിത പദ്ധതിയായിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. കളക്ട്രേറ്റിൽ നിന്ന് നവീൻ ബാബു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, അതും ഒരു യാത്രയയപ്പ് ചടങ്ങിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ, ഇത്രയധികം കാലം അവിടെ സർവീസിന് ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത് എന്നോർക്കണം. ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ അനുഗമിക്കാനുള്ള സാധ്യതയുണ്ട്. ആരാണ് ഇതൊക്കെ ഇല്ലാതാക്കിയത്? സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടുമൊക്കെ ഏറെ സ്നേഹത്തോടെ ഇടപെടുന്ന വ്യക്തിയാണ് നവീൻ ബാബു എന്ന് കളക്ട്രേറ്റിലെ ജീവനക്കാർ പറയുന്നു. അങ്ങനെയുള്ള വ്യക്തി ഒറ്റയ്ക്ക് ഷംസുദ്ദീനൊപ്പം കാറിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറുതെ അങ്ങ് വെച്ചുപിടിക്കില്ല. എന്നാൽ ഇവിടെ കേരളത്തെ ഞെട്ടിച്ചിരിക്കുന്നത് മറ്റൊരു വെളിപ്പെടുത്തലാണ്. നവീൻ ബാബുവിൻ്റെ മൃതദേഹവുമായി അന്ന് കണ്ണൂരിൽ നിന്ന് പത്തനംതിട്ട മലയാളപ്പുഴയിലെത്തിയപ്പോൾ അവിടെ ഒരു അജ്ഞാത സ്ത്രീയുടെ സാന്നിധ്യം. അവർ ശക്തമായി ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു കാര്യം: പരിയാരം മെഡിക്കൽ കോളേജിൽ അട്ടിമറി നടന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നവീൻ ബാബുവിൻ്റെ സഹോദരനോടും കുടുംബത്തോടും ബന്ധുക്കളോടുമൊക്കെ അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകർ അവരെ കാണുന്നത്. ആ സ്ത്രീയോട് വിശദമായി കാര്യങ്ങൾ മലയാളി വാർത്ത ചോദിച്ച് മനസ്സിലാക്കി. അവർ ഉറപ്പിച്ചു പറഞ്ഞു, നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല, ഇതൊരു കൊലപാതകമാണ്. തെളിവുകൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതൊരു അട്ടിമറിയാണ്. അതുകൊണ്ട് മൃതദേഹം ദഹിപ്പിക്കുന്നതിന് മുൻപ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യവുമായി അവർ ശക്തമായി ആ കുടുംബത്തിന് മുന്നിൽ നിലയുറപ്പിച്ചു. എന്നാൽ പോലീസും പാർട്ടി നേതാക്കളുമൊക്കെ ഇടപെട്ട് അവരെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എങ്ങോട്ടേക്കോ പറഞ്ഞയച്ചു. പിന്നീട് ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ അവർ അകപ്പെട്ടു. അജ്ഞാത സ്ത്രീ എവിടെ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നു. അവരാണ് ആദ്യമായി കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിയുടെ മുന്നിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് അട്ടിമറി നടന്നു എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. കണ്ണൂരിൽ നവീൻ ബാബുവിൻ്റേത് ഒരു കൊലപാതകമാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ സ്ത്രീ, കണ്ണൂരിൽ നിന്നെത്തിയ അജ്ഞാത സ്ത്രീ ഇന്നെവിടെ എന്ന ചോദ്യം ശക്തമാകുന്നു. മലയാളി വാർത്ത ഇക്കഴിഞ്ഞ ദിവസം ഈ സ്ത്രീയുമായുള്ള അഭിമുഖത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നു. വലിയ വൈറലായ ആ വാർത്ത പല മാധ്യമങ്ങളും പിന്നീട് ഏറ്റെടുക്കുകയും ചെയ്തു. ഡിസംബർ 12 ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇക്കുറി ഹൈക്കോടതിക്ക് മുൻപിൽ ഒട്ടനവധി തെളിവുകളുണ്ട് മഞ്ജുഷയുടെ അഭിഭാഷകന് ഹാജരാക്കാൻ. ഒരു കൊലപാതകം എന്നുറപ്പിക്കുന്ന നിരവധി സംശയങ്ങൾ. ഇതിനു മുന്നിൽ നമ്മുടെ നീതിന്യായ കോടതി കണ്ണടക്കില്ല എന്ന് വ്യക്തമാണ്. ശക്തമായ തെളിവുകൾ പുറത്തു വന്നതിന് പിന്നാലെ കണ്ണൂരിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വിറ തുടങ്ങി. PP ദിവ്യയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുന്നത്. ഒരു CBI അന്വേഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്ന് അവർ ഭയക്കുന്നു. അന്വേഷണം CBI ഏറ്റെടുത്താൽ PP ദിവ്യ മാത്രമല്ല, കണ്ണൂരിലെ പാർട്ടിയുടെ മാഫിയ പ്രവർത്തനങ്ങളും ബിനാമി ഇടപാടുകളുമൊക്കെ CBI പൊക്കും എന്ന ഭയം CPM-നെ വേട്ടയാടി തുടങ്ങി. ഏതുവിധേനയും CBI അന്വേഷണം അട്ടിമറിക്കുക എന്ന തന്ത്രമാണ് പാർട്ടിയും സർക്കാരുമൊക്കെ പയറ്റിയത്. ഈ അന്വേഷണം പ്രഹസനമാണ് എന്നുറപ്പിച്ചു പറഞ്ഞിരുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ. എന്നാൽ അന്വേഷണം സുതാര്യമാണെന്നും വിശ്വാസയോഗ്യമാണെന്നും സർക്കാർ ഹൈക്കോടതിക്ക് മുൻപാകെ ഒരു സത്യവാങ്മൂലം നൽകി. ആ സത്യവാങ്മൂലം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. അടിവസ്ത്രത്തിലെ ചോരക്കറയെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരളം തിരിച്ചറിഞ്ഞത് ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ നിന്ന്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തികച്ചും അട്ടിമറി വെളിപ്പെടുത്തുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് അന്വേഷണ സംഘം കാര്യക്ഷമമായി അന്വേഷിക്കാത്തത് എന്നതിൻ്റെ കൃത്യമായ ഉത്തരം കേരളത്തിന് കിട്ടി. ഇൻക്വസ്റ്റ് നടപടികളിൽ തുടങ്ങി പോസ്റ്റ്മോർട്ടം വരെ നീണ്ടു നിൽക്കുന്ന അട്ടിമറികൾ പിന്നീട് അന്വേഷണ സംഘത്തെയും വേട്ടയാടി എന്ന് വ്യക്തമാണ്. അന്വേഷണ സംഘം പല സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കൃത്യമായ അന്വേഷണം തുടക്കം മുതൽ നടത്തിയില്ല. അവർക്കൊരു കാര്യത്തിൽ മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ: നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യ എന്ന് ഉറപ്പിക്കണം. അതിനുവേണ്ട തെളിവുകൾ ശേഖരിക്കുക മാത്രമാണ് അവർ ലക്ഷ്യമിട്ടത്. എന്നാൽ എല്ലാം പൊളിഞ്ഞെടുക്കുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ. ആ വെള്ള ഇന്നോവ കാറും അടിവസ്ത്രത്തിലെ ചോരപ്പാടും മറ്റൊട്ടനവധി തെളിവുകളും എല്ലാം ഹൈക്കോടതിയുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ കേരളം ഈ കേസിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.